അരി കഴുകു അരി കഴുകു തിങ്കൾ ഉണ്ട് വിശേഷം. കുക്കിങ്ങിനാണ് ഗൈസ്. ഇവിടെ ഒരാൾ പപ്പടം പൊരിക്കുന്നു. മോർണിംഗ് എവരിബഡി. വയലറ്റ് പ്രിൻസസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പേര് കേൾക്കുമ്പം ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് വയലറ്റ് പ്രിൻസസ് എന്ന് പറയുന്ന പോലെ. അത് ഇപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ബിക്കോസ് മൈ ഫേവറേറ്റ് കളർ ഇസ് വയലറ്റ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് പിന്നീടാം. അപ്പോൾ എൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനൽ മുക്തിത ആയുർവേദ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് ഇടുന്ന അത് അത്യാവശ്യം ഇങ്ങനെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറേ ഹെൽത്ത് ടോപ്പിക്സ് ഒക്കെ ഞാൻ ഇടാറുണ്ട്. എല്ലാവരും കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം. ഞാനിപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഫസ്റ്റ് വീഡിയോ, ഫസ്റ്റ് ഇൻട്രോ ഭയങ്കര റോ ആയിട്ട് അങ്ങനെ എടുക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മിസ്റ്റർ കാര്യാട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്ന് അവൻ്റെ കസിൻ ദേവികയ്ക്ക്, അല്ലെങ്കിൽ ദേവു, ഞങ്ങൾ ദേവു എന്നാണ് വിളിക്കാറ്, അവൾക്ക് 10th റിസൾട്ട് വന്നു. ഫുൾ A+ ഒക്കെ കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് ആൾ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ദിവസം നമുക്ക് കൂടാം, ഞാൻ മന്തിയൊക്കെ വെച്ച് തരാം, നമുക്കൊരു കുക്കിംഗ് പരിപാടിയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ദേവും അവളുടെ അനിയൻ നന്ദുവും കൂടെ ഇവിടെ വരുന്ന ദിവസമാണ്. വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചുമലപ്പാറയുടെ താഴ്വാരത്തിലുള്ള മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ കുന്നിട. എനിക്ക് ഇവിടുത്തെ രാവിലെകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറൊന്നുമല്ല, ഭയങ്കര ഫീലാണ്. അതായത് ഈ അമ്പലത്തിലെ പാട്ട്, അതുപോലെ തന്നെ ഒരു കോട ഫീല്, മഴയുണ്ടെങ്കിൽ മഴ, നിറയെ പച്ചപ്പ്. പത്തനംതിട്ട അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവരുടെ വീടിന് ചുറ്റും ബാക്ക് സൈഡിലൊക്കെ നിറയെ റബ്ബറാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചത് റംബുട്ടാൻ്റെ മരമാണ് കേട്ടോ. അതിങ്ങനെ കായ്ച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഹൈവേ സൈഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ആദ്യമേ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ പറയുമായിരുന്നു, എനിക്ക് അവിടെ വരുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് അടുക്കളയിൽ പോവാം. എനിക്ക് രാവിലെ അമ്മ നെല്ലിക്ക ജ്യൂസ് അടിച്ചു തരും കേട്ടോ. അത് എൻ്റെ ഞാൻ വന്ന സമയം തൊട്ടുള്ള എനിക്ക് ശീലമാണ്. ഞാൻ രാവിലെ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. സാധാരണ ഞാൻ രാവിലെ അമ്മയുടെ കൂടെ അടുക്കളയിൽ ഇരുന്ന് കത്തി വെക്കാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ മല പോലെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ചില ദിവസം ഏർലി മോർണിംഗ് ആ ഒരു കോടയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ 3 പട്ടികൾ, മുരട്ടകളാണെന്ന് തോന്നുന്നു. ഇത് മുരട്ടകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനും എൻ്റെ അളിയനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളൊക്കെ ഏകദേശം സെയിം ഏജ് ആൾക്കാരാണ് കേട്ടോ. അവർ രണ്ടുപേരും ട്വിൻസാണ്. അപ്പോൾ അമ്പിളിയമ്മയ്ക്ക് ഞാനും കൂടെ വന്നതിന് ശേഷം മറ്റേ 3 പിള്ളേരെ, ലൈക്ക് നഴ്സറി സ്കൂളിലെ ടീച്ചറിൻ്റെ ഒരു അവസ്ഥയാണ് അമ്മയ്ക്കിവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ കാര്യാട്ട് വീട്. എല്ലാ പെൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷനും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ വൈബൊന്നുമില്ലായിരുന്നു, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു ഉള്ളത്. കാരണം എൻ്റെ നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടാണ് ഞാൻ കല്യാണം കഴിച്ച് വന്നത് തന്നെ. ഇനി നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്പിളിയമ്മ ഇന്ന് രാവിലെ കുഴക്കട്ടയ്ക്ക് കുഴയ്ക്കാമെന്ന് ചോദിച്ചു. കാരണം ഉണ്ണി, എൻ്റെ അളിയൻ വന്നപ്പോൾ അവൻ പറഞ്ഞു ഒരാഗ്രഹം, അമ്മ കുഴക്കട്ട ഉണ്ടാക്കി തരുമെന്ന്. സാധാരണ എല്ലാവരും വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. അവൻ കുഴക്കട്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു അത്രയും കാര്യം, ഇന്ന് കുഴക്കട്ടെങ്കിൽ കുഴക്കട്ട. അങ്ങനെ അമ്മ കുഴക്കട്ടയ്ക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ മന്തി പ്രിപ്പറേഷൻ എല്ലാം സെറ്റാക്കിക്കൊണ്ട് തലേന്ന് തന്നെ ഞാൻ അരപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ കുറച്ച് സവാളയും അതായത് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ മന്തി ചിക്കൻ ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ചിക്കൻ കുട്ടന്മാർ. പിന്നെ ഞാൻ കുറച്ച്, അതായത് മന്തി മാത്രം ആക്കണ്ട, കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് അതിൻ്റെയും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പണി എളുപ്പമാക്കാമല്ലോ. ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് സമാധാനമായിട്ട് അരി ആദ്യമേ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരി കഴിയുന്ന പ്രോസസ്സിലേക്ക് ഞാൻ കടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അളിയൻ വന്നിട്ട്, എടി ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കാം, നീ അതും കൂടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വക കുറച്ച് ഷോയൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കാണാം. മന്തിയായോ? ഇല്ല, ആവുമ്പോൾ വിളിക്കാം. അരി കഴുകു
എന്തായാലും വന്നതല്ലേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് നേരം ഒന്ന് അരി കഴുകുമെന്ന് പറഞ്ഞു. പക്ഷെ അധിക നേരമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ നമ്മളെ വീഡിയോയിൽ ഞാനും ഇങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ മാത്രമേ ഉള്ളായിരുന്നു. ഇതിന് ശേഷം കയ്യും കഴുകി പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അടുത്തതായി അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ചെസ് നമ്പർ 2 പയ്യെ പയ്യെ രാവിലെ ഉറക്കപ്പിച്ചിൽ നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. രാവിലെ വരിക, അടുക്കളയിൽ ചെല്ലുക, അമ്മേ കാപ്പി എന്ന് പറഞ്ഞ് ചെല്ലുന്ന സീനാണ് നമ്മൾ ഈ കാണുന്നത്. വേറെ ആർക്കും കുഴക്കട്ട ഈ വീട്ടിൽ ഇഷ്ടമല്ലെങ്കിലും പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ കുഴക്കട്ട തന്നെയാണ് ഉണ്ടാക്കിയത്. കൂടെ നമ്മളുടെ ചായ ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചുമ്മാ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ നൈസായിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോയി. പക്ഷെ ചെയ്യരുത്, തോക്കുണ്ട് പക്ഷെ വെടിവെക്കരുത്. അതാണ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു പോളിസി. നല്ല രസമല്ലേ രാവിലെ സ്വന്തം അമ്മായിയമ്മയോട് മോൻ്റെ 2 കുറ്റം പറഞ്ഞ് ഇങ്ങനെ തഗ്ഗിൽ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകുമ്പോൾ മനസ്സിനൊരു സുഖമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ചോട്ടാ മുമ്പേ പടമായിരുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ട് ഒരാൾ കുഴക്കട്ട കഴിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അങ്ങ് കഴിക്കുകയാണ്. കാരണം ഇത് മറ്റവൻ്റെ ഐഡിയ ആയി പോയി എന്നാണ് അവൻ ആലോചിക്കുന്നത്. പക്ഷേ ഒന്നും പറഞ്ഞില്ല, കഷ്ടപ്പെട്ട് കഴിച്ചു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഒരു പിടിക്കാം എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം അധ്വാനിക്കുന്ന ജനഹൃദയത്തിനെ ഒന്ന് കാണിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്ന് ക്യാരറ്റ് അരിയുന്നത് ചെറുതായിട്ടൊന്ന് എൻ്റെ ഭർത്താവ് വന്ന് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ കുക്കിംഗ് പരിപാടിയിലൊക്കെ സീരിയസ് ആയിട്ട് കിടന്നു. ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചു. നല്ല മണമുണ്ട്, കാരണം തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അരപ്പൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ പറക്കുന്നുണ്ട്. എനിക്ക് ഈ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇതിങ്ങനെ തിളയ്ക്കുന്ന ശബ്ദം, ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്ന് വറക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ ഭയങ്കര ഒരു പ്രത്യേകതരം ഒരു വികാരമാണ് എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സാലഡൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാൽ അവർ വരുമ്പോഴത്തേക്കും സെറ്റാവുമല്ലോ എന്ന് വെച്ചു. അങ്ങനെ അവർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങളുടെ ദേവുവിൻ്റെ ഇൻട്രോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുൾ A+കാരി ദേവിക വി ചന്ദ്ര എത്തിയിരിക്കുകയാണ്. ദേവ് മാത്രമല്ല, ഞങ്ങളുടെ കില്ലാടി അനിയൻ നന്ദു, പിന്നെ ഞങ്ങളുടെ മാമി. അങ്ങനെ അവരെയൊക്കെ നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്. നന്ദു, എന്തൊക്കെയുണ്ട് വിശേഷം നന്ദു? പിന്നീട് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ കത്തിവെപ്പായിരുന്നു പരിപാടി. നന്ദുവിൻ്റെ വീരകഥകൾ ഒക്കെ കേൾക്കുമായിരുന്നു, തമാശകൾ. നല്ല രസമല്ലേ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒരു അടിപൊളി വൈബല്ലേ. നന്ദു, നിന്റെ ക്ലാസ്മേറ്റിന് മീശ ഉണ്ടോ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടനോ? നീ അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേറൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് മെമ്മറീസ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് ഈ കഴിഞ്ഞു പോയ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത സന്ദർഭങ്ങളൊക്കെ വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറില്ലേ. അപ്പോൾ നമുക്കൊന്ന് കാണാനെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തുടങ്ങിയത്. ഞാൻ കുളിച്ച് വന്നു, അമ്മ കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. ഓൾമോസ്റ്റ് ഫുഡ് ഏകദേശം സെറ്റൊക്കെയാണ്, പക്ഷേ കുറച്ച് പരിപാടി കൂടി ബാക്കിയുണ്ട്. താഴെ എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം കുക്കിംഗ് വ്ളോഗായിട്ട് എടുത്തൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്ക് ചെയ്തത് എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു റെസിപ്പി എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ മന്തി പ്രിപ്പറേഷൻ എത്രത്തോളം ഹിറ്റാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ ബാംഗ്ലൂരിൽ നിന്നപ്പം 2-3 വട്ടം വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ ഞാൻ ഇപ്രാവശ്യം വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അവർ കഴിച്ചു കഴിഞ്ഞ് അഭിപ്രായമൊക്കെ ചോദിക്കണം. അപ്പം നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാനിവിടെ മന്തി വെക്കുന്നത്. എനിക്കൊന്നും അച്ഛൻ ഇവിടെ മന്തിയൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മന്തിയാണ് ദൈവമേ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് തന്നെ തിരിച്ചു പോകാം. ഓക്കെ. സാധാരണ നമ്മൾ കുഴിച്ച് വെക്കുന്ന മന്തിയൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഗ്യാസിൽ തന്നെ വെക്കാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ് മന്തി റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ചിക്കൻ ഫ്രൈ സെറ്റായിരിപ്പുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൊക്കി പറയുന്നൊന്നുമല്ല, പക്ഷെ കൊള്ളാമായിരുന്നു കേട്ടോ.
ഞാൻ ചിക്കനും റൈസും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ദമ്മിടണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സഹായം ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മന്തി എന്ന് പറയുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് കേട്ടോ. ഞാൻ കൂടുതൽ ആഡഡ് ഫ്ലേവേഴ്സ് അതുപോലെ തന്നെ മയണൈസും സോസും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ടൊമാറ്റോ ചട്നി ഞാൻ തന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കി പിന്നെ കുറച്ച് സാലഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെൽത്തി മന്തിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ളൊരു മേഖലയാണ് കേട്ടോ കുക്കിംഗ്. പക്ഷേ ഇപ്പം ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി വെക്കണം എന്നുള്ളൊരു നമ്പറൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വെക്കാറില്ല. പക്ഷേ എന്നാലും ഞാൻ ബാംഗ്ലൂരൊക്കെ ഒറ്റയ്ക്കുള്ളപ്പം അത്യാവശ്യം ഒന്നും ABCD അറിയാത്ത എൻ്റെ ഭർത്താവിനെ പോലും ഞാൻ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കുക്കിംഗ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇന്നത്തെ മന്തിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ ചിക്കൻ്റെ ചെസ്റ്റ് പീസും ലെഗ് പീസും മന്തി പീസായിട്ടുള്ളത് വാങ്ങിക്കുക. അതിനുശേഷം നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുരുമുളക് മുഴുവനെയുള്ള കുരുമുളക്, അതുപോലെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ്, കുറച്ച് എണ്ണ, 2 മാഗി ക്യൂബ്സ്, ഫുഡ് കളർ വേണം, കുറച്ച് കളറൊക്കെ വേണം മന്തി എന്നുണ്ടെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്തൊരു 2 hours വെക്കാം. ഞാൻ തലേന്നേ ചെയ്തു, കാരണം ഒന്ന് എളുപ്പപ്പണിയാക്കാനും ഒന്നുകൂടെ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം റൈസ് വെക്കുമ്പോൾ അറിയാമല്ലോ, നോർമലി മന്തി റൈസ് വെക്കുന്ന പോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ മന്തിക്ക് സ്പെഷ്യലായിട്ടുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങളും ഉപ്പും കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ശേഷം മുളകൊക്കെ നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാം, എന്നിട്ട് ദമ്മിടാം. അതെ, അപ്പൊ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങും വലുതാവുമ്പോൾ. അപ്പൊ 3 യൂട്യൂബ് ചാനൽസ് ആണ് ഗൈസ് തുടങ്ങുന്നത്. ഒന്നൊരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ, പിന്നെ അഡ്വഞ്ചറസ്, പിന്നെ വ്ലോഗിന്റെ മെയിൻ. അപ്പൊ ഇത് ഇത്രയാണ് മെയിൻ ചാനൽസ്. അപ്പോൾ എങ്ങാനും ഞാൻ ഇത് തുടങ്ങിയാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണം. ഇപ്പോഴേ അമർത്തി വെക്കണോ? അതോ അന്ന് തുടങ്ങുമ്പോൾ മതിയോ? തുടങ്ങുമ്പോഴത്തേക്ക് മതി അല്ലേ? അപ്പൊ ഗൈസ് നമ്മുടെ മന്ത് റെഡി ആവാൻ ഇനി 2 മിനിറ്റ്. അതെ. അമ്മ അങ്ങനെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് റൈസ് ഇടുന്ന കാര്യത്തിൽ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് ഞാൻ മിസ്റ്റർ കാര്യാട്ടിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആളാണ് ഒന്ന് സഹായിച്ച് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ ഹെൽപ്പ് ചെയ്തത്. ദേവുന് ഫുൾ A+ കിട്ടിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സന്തോഷമാണോ? എന്നാലും കൊടുക്കണേ. എപ്പോ കൊടുക്കൂ? എന്നിട്ട് നിനക്ക് എന്തോ കിട്ടാ? നിനക്ക് എന്തോ വിഷമം എന്തോ നിനക്ക് കിട്ടിയില്ല? മോതിരം ചോദിച്ചപ്പോ എന്തോ പറഞ്ഞു? ഓ, ചിരിക്കണ്ട. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ വെക്കും, പക്ഷെ നമ്പർ കൂടിയോണ്ട് വെക്കത്തില്ല. ആദ്യമായിട്ട് ഒരാൾക്ക് ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാവും, ദൈവമേ അവർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ എൻ്റെ മന്തിയുടെ മണവും ആ ഒരു ഇതൊക്കെ വന്നിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. നല്ലതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ കാണുമ്പോൾ തന്നെ എനിക്ക് ഹായ് കൊള്ളാലോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം പിന്നെ ചോദിക്കണം. വളരെ സൈലൻ്റായി പോയിക്കൊണ്ടിരുന്ന വ്ളോഗ് നന്ദു വന്നതിന് ശേഷം അടിപൊളിയായി. അവൻ്റെ തഗ്ഗൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രസമാണ്. പിന്നെ ഞങ്ങളിവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നതിൻ്റെ പരിപാടിയിലാണ്. പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു. എൻ്റെ മന്തി ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അടച്ച് വെക്കാനുള്ളൊരു പാത്രം മിസ്സിങ് ആയതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ അളിയൻ്റെ വക V for Victory, ഞാനും അവനെ പുച്ഛിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. ഒന്നുമില്ല മോനെ, വിശേഷം ഇന്നൊക്കെ കഴിഞ്ഞു കൂടി പോന്നു. അതൊന്ന് കാണിച്ചു തന്നെ, അതെന്നെ ഒന്ന് കാണിച്ചേ. ഞാൻ കണ്ടില്ല. എല്ലാരും കുക്കിങ്ങിനാണ് ഗൈസ്. ഇവിടെ ഒരാൾ പപ്പടം പിടിക്കുന്നു,
പപ്പടം പൊരിക്കുന്നു, പിന്നെ കാച്ചുന്നു, പിന്നെ ഒരാൾ വെജിറ്റബിൾസ് അരിയുന്നു. ഇതെന്റെ അമ്മ, ഇതെന്റെ സിസ്റ്റർ. മാറു അപ്പൊ നമുക്കിത് മന്തിയെ പോയി കാണാം. കണ്ടില്ല, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാ. ചെസ് പീസിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇവിടെ. മന്തിയുടെ കൂടെ എന്തിനാണ് പപ്പടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോമ്പിനേഷൻ അല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഒരു പുതിയൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അമ്പിളിയമ്മ എല്ലാ പരിപാടിക്കും പപ്പടം കാച്ചുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ കേൾക്കാം. സീരിയസ്ലി ഇങ്ങനോട്ട് അച്ഛാ കഴിച്ചോ അച്ഛാ? കൊള്ളാമോ? സൂപ്പറാണോ നന്ദു? സൂപ്പറാണോ? അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പം നന്ദുവിന് ബാക്കിൽ റബ്ബറിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി ബാ ചേച്ചി എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇവനാണ് യഥാർത്ഥ പാർട്ട്ണർ. കണ്ടില്ലേ മഴ കാണാൻ വേണ്ടി പോണ കാട്ടിലും. യെസ്, മറിഞ്ഞടിച്ച്. ഓക്കെ, നിന്നെ എൻ്റെ യഥാർത്ഥ യൂട്യൂബ് പാർട്ട്ണർ. എടാ മഴയുടെ ഓടാ. അനന്തിക്കാരിയായിട്ട് എൻ്റെ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. ചിക്കൻ ഫ്രൈ, മന്തി, ഞാൻ ദേവു ഇന്നത്തെ സ്റ്റാർ. ദേവു 10+ കിട്ടി. അതെ അതെ അതെ. ട്രോഫി എടുത്ത് വെച്ചേക്കുന്ന ഒരു 10-20 ഞാൻ വെച്ചത് ഇങ്ങനെ. അപ്പം എന്താ ഞായറാഴ്ച ബദാനി ഓഡിറ്റോറിയത്തിൽ കൊടുക്കുന്നു. ഇത് പറ, ആരൊക്കെ സൂപ്പറാന്നൊരു 100 വട്ടം പറഞ്ഞാലും ഭർത്താവിൻ്റെ വായിന്ന് പിന്നെയും അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. ഹെൽത്തി മന്തിയായിരുന്നു. ഫ്ലേവേഴ്സ് ഒന്നും നല്ലതായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ വാസ് എക്സ്ട്രീംലി ഗുഡ്. അതിന് പിടിച്ചുപറിയായിരുന്നു അവസാനം വരെ, പക്ഷേ കുറച്ചേ ഉള്ളായിരുന്നു. ഭയങ്കര മഴ. ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് ലഞ്ച് വിത്ത് ലോട്ട് ഓഫ് സാലഡ്. എന്തായാലും ആഗ്രഹം കൊണ്ട് വന്നില്ലെന്നൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷേ പറഞ്ഞു പഠിപ്പിച്ച പോലെ തോന്നുന്നുണ്ടെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും പുറത്ത് നല്ല മഴയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ നനയാനും മഴ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മറ്റേ കല്യാണ വീഡിയോ ഒക്കെ എടുക്കാനിരിക്കുന്ന പോലെ ഇരുന്ന് കുറച്ച് തമാശയൊക്കെ പറഞ്ഞൊരു വീഡിയോ നന്ദുവിനെ കൊണ്ട് എടുപ്പിച്ചു. നൈസായിട്ട് അപമാനിച്ചു വിടുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ മിണ്ടാതിരുന്നു. അഞ്ജലി ഏതാ? നമ്പർ 1. കൊള്ളാമോ? ഒരു പട്ടി എന്നിട്ട് ഒരു ചേട്ടൻ.
അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി മുകളിൽ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു പടം കാണാമെന്ന് വിചാരിച്ചു. റൊമാൻസ് മൂവിയാണ് കണ്ടത്. ഓൾറെഡി കണ്ട പടമായതുകൊണ്ട് മിസ്റ്റക്കാരിയായിട്ട് പൊത്തുപോലെ ഉറക്കമായിരുന്നു. കൂടെ ഞാനും കിടന്നുറങ്ങി. പടമൊക്കെ കണ്ടു കഴിഞ്ഞ് നന്ദുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും പിരിയാറായി കേട്ടോ. അപ്പം അമ്മയുടെ വീട് പറക്കോടാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പം ഞാനും കൂടെ ചെല്ലാം എന്ന് പറഞ്ഞ് ഞാനും കയറി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൊണ്ടാക്കി നമ്മൾ തിരിച്ചു ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും അവൻ്റെ ഒരു കൺക്ലൂഷനും കൂടി നിങ്ങൾ കേട്ടോ. ഹോപ്പ് യു ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക.